ഫാദർ ജേക്കബ്, ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം, അങ്ങനെ കരുതുന്നതിന് പകരം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഞങ്ങൾ ഇച്ഛിക്കുന്ന പോലെ കാര്യങ്ങൾ ഞങ്ങളുടെ വരുതിയിലാവണം എന്നൊരു നിർബന്ധ ബുദ്ധി, അത് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നില്ലേ? കാരണം ഇത് ഈ രീതിയിൽ ഇவ்விധം ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ? പൊതുവിൽ സമൂഹം അങ്ങനെയല്ലേ നോക്കിക്കാണുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ് ഇരിക്കുന്നുണ്ട്. അവരുടെ സ്ഥിരം ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കേന്ദ്ര സർക്കാർ അവരുടെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇവർക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ ആരോപിക്കുന്നത്, നോക്കൂ, കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ അമിത്ഷാ ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തു, ജുഡീഷ്യറിയെ സ്വാധീനിച്ചു, അങ്ങനെ ഒരു ആരോപണം ഇവർ ഉയർത്തില്ലേ? ഇവരുടെ സ്ഥിരം ആരോപണം അതാണ്. ജുഡീഷ്യറിയെ അടക്കം കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന കേന്ദ്ര സർക്കാരാണ് രാജ്യത്ത് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഉയരില്ലേ? അതിന് പകരം കൃത്യമായിട്ട് ഈ രണ്ട് കുറ്റാരോപണങ്ങളിലും ഒരു പങ്കുമില്ല എന്ന് തെളിയിക്കാൻ ശക്തമായ തെളിവുകളുമായിട്ട് കോടതിയുടെ മുന്നിൽ ഹാജരായി ആ ഭാഗം അവതരിപ്പിക്കുന്നതല്ലേ ഏറ്റവും അഭികാമ്യം. അതാണ് ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പരാജയപ്പെട്ടു, അതുപോലെ സെഷൻസ് കോടതിയിലും. ശരിയാണ്, ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA കോർട്ടിലേക്ക് അത് മാറ്റിയെങ്കിലും അവിടെ പറയാനുള്ള ഒരു ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും ഭാഗം ഇതാണ് എന്ന്, എന്താണ് അവിടെ സംഭവിച്ചത്, ആ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്, റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു പരിശ്രമം പോലും ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടില്ലേ? അവിടെ സഭ തീരുമാനിച്ച അഡ്വക്കറ്റല്ല, മറ്റാരോ കെട്ടിയിറക്കിയ ഒരു അഡ്വക്കറ്റ് ഇവർക്ക് വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ രണ്ട് കന്യാസ്ത്രീകളും കുറേ കാലം കൂടി ജയിലിൽ കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇപ്പോൾ കോട്ടും സൂട്ടും ഇട്ട് നേരെ ഛത്തീസ്ഗഡിലേക്ക് വെച്ച് പിടിച്ചത്? അങ്ങനെയും കേൾക്കുന്നില്ല. നേരത്തെ ശ്രീ കരിമ്പിൻ കാലയിൽ അത് കൃത്യമായിട്ട് അദ്ദേഹം ഭംഗ്യന്തരേണ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നടക്കുന്നില്ല. ഇതിൻ്റെ മറവിൽ ഇങ്ങനെയൊരു വിഷയം അത് പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായിട്ട് സഭയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? ഇവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, എന്നോട് എൻ്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയണമല്ലോ. അതായത് വിദ്യാഭ്യാസത്തിന്റെ അനന്യതയും മറ്റ് സമൂഹങ്ങൾ, ഹൈന്ദവ സമൂഹങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ മോണോപ്പൊളി ക്രിസ്ത്യാനികൾക്കാണെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന, കത്തോലിക്ക സഭ ചെയ്യുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലുള്ള ഒരു കാര്യം, മനുഷ്യരെ ബോധവൽക്കരിച്ച് അവരെ ശക്തരാക്കുക, അവരെ നല്ലവരാക്കി തീർക്കുക, നന്മയുള്ളവരാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട് കത്തോലിക്ക സഭ നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഭാരതത്തിലെ വിദ്യാഭ്യാസം കൊടുത്തത് മുഴുവൻ കത്തോലിക്കർ മാത്രമാണ് എന്ന് ഞാൻ വാദിച്ചില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ നടത്തുന്നില്ലയോ എന്നുള്ളത് ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമല്ല. അത് പൊതുജനം കണ്ടെത്തേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ആ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈ സിസ്റ്റർമാരുടെ കാര്യത്തിൽ ഇത്രയും ഗൗരവമായിട്ട് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നു ചോദിച്ചാൽ, ഇത് ഇപ്പം പ്രിയപ്പെട്ട നമ്പ്യാർ പറയുകയുണ്ടായി, എന്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും നടന്ന കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് കഴിയാതെ പോയിന്ന്. ആരാ ഇവർക്ക് വേണ്ടി വാദിക്കാനുള്ളത്? അവിടെ ഇവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നവരല്ല ശത്രുക്കളാ, ആ പോലീസ് അടക്കമുള്ളവര്.
അതുകൊണ്ട് ബെയിൽ ലഭിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മാരകമായ ഒരു കൃത്യമാണ് അവർ ചെയ്തത് എന്ന് ആ പോലീസും അവിടെയുള്ള ആളുകളും പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, ഞങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചും ഒരിക്കലും അവരത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാരണത്താലാണ് അവർക്ക് ബെയില് തടസ്സപ്പെടുത്തരുതെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം അത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ, അതിന് ഒരു കുഴപ്പമില്ല. ആരും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്താണ് അതിന്റെ പരിസമാപ്തി എന്നും കൂടെ ഈ വാഗ്വാദം പറഞ്ഞവര്, പറഞ്ഞവർ സംസാരിച്ചവര് ഒക്കെ ഒന്ന് അതിന് മറുപടി പറയുന്നത് നല്ലതാണ്, അന്വേഷിക്കുന്നത് നല്ലതാണ്. ബലാത്സംഗം എന്ന് പറയുന്ന വാക്ക് ഒരിക്കൽ മാത്രമേ ഒരാളിന് ചെയ്യാൻ പറ്റുള്ളൂ. 13 പ്രാവശ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഔന്നത്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കിടക്കാനല്ല, ബലം പ്രയോഗിച്ചുള്ള കാര്യമാണെന്ന് ആയതുകൊണ്ട് തന്നെ അത് പറയാം. പിന്നെ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കേരളത്തിലെ ഒരു സാഹചര്യമല്ല നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ളത് തിരിച്ചറിയുക. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ, ഈ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ സഹായം ചെയ്യാൻ, ഒറീസയിൽ നിന്നുള്ളൊരു അച്ഛനാണ്, സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിരുന്നു. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ഒരു പാവപ്പെട്ട പള്ളിയിലിരിക്കുന്ന അച്ഛനാണ്, വലിയ സാമ്പത്തികം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛന് സാധിക്കുമെങ്കിൽ കുറച്ച് സംഘടിപ്പിച്ച് തരാൻ പറഞ്ഞു, സംഘടിപ്പിച്ച് തരാനായിട്ട്. ഞാൻ വല്ലാതെ ആയിപ്പോയി. എന്താ അച്ഛൻ ചോദിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്. അച്ഛൻ ഈ സ്നേഹത്തിന്റെ സുവിശേഷവും പറഞ്ഞു പോകുന്ന പല പ്രദേശങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഒന്നും കടന്നു ചെല്ലാത്ത ട്രൈബൽ ഏരിയാസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭാരതം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ആരാലും പരിഗണിക്കപ്പെടാതെ ഒരു മതവുമില്ലാതെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവിടെയൊക്കെ. അസംഖ്യ മനുഷ്യര്. അവർക്ക് വഴിയില്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് വെളിച്ചമില്ല. ഈ നേതാക്കന്മാരൊക്കെ എവിടെയാണ്? ഈ സംസ്ഥാനത്തെ നേതാക്കന്മാര് ഈ ടൗൺ പ്രദേശങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുകയാണ് മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ രക്ഷയുടെ സുവിശേഷം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അവർ ചിലപ്പം നമ്മള് കെന്നഡി പറഞ്ഞതുപോലെ ആ സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് അവർ ചിലപ്പോ ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് വരും അവരുടെ ദൈവമായിട്ട്. അതല്ലാതെ ഒരിക്കലും ഒരു ബലപ്രയോഗത്തിൽ ഒരിടത്തും മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തില്ല, 100% ഉറപ്പാണ്. അത് നമ്മൾ നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ ചുമ്മാ അങ്ങ് പറയുകയാണ്. അജണ്ട അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല. നമുക്ക് പലപ്പോഴും ഞാനും കോളേജിലൊക്കെ പഠിച്ച ആളാണ്. അവിടെയൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളിനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവനെ കയറി തല്ലു, അത്ര തന്നെ. അങ്ങനെയല്ലേ? കോളേജിൽ പഠിച്ചവരല്ലേ നിങ്ങളെല്ലാവരും? അവരുടെ തത്വശാസ്ത്രത്തിൽ ചേരാത്ത ഒരാളിനെ തല്ലണമെന്ന് തോന്നിയാൽ ആ ജനക്കൂട്ടം മുഴുവൻ ഇടിച്ചു കയറിയ എന്ന് വെച്ചിട്ട് നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചു കയറി അങ്ങ് ആക്രമിക്കും, അത്ര തന്നെ. അതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായി ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതത്തിന് ഒരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്നേഹത്തിന്റെ ആ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഇത് വീണ്ടും കിരാത സംസ്കാരത്തിലേക്ക് തിരികെ പോകും. അതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റർമാര് തെറ്റ് ചെയ്തെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടണമെന്ന് ഒന്നും അവിടെ ആരും പറയുന്നില്ല. അത് ഫ്രാങ്കോ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കന്യാസ്ത്രീ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇത് ന്യൂനപക്ഷം എന്നുള്ള കാരണത്താൽ ഒരു സമൂഹം മാത്രം ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ പോരാ. ആര് തെമ്മാടിത്തരം കാണിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം. അവിടെ ആ ജനക്കൂട്ടം മുഴുവൻ അവിടെ ചോദ്യം ചെയ്ത് അവർക്ക് എന്താ അധികാരമുള്ളത് അങ്ങനെ ചോദ്യം ചെയ്യാൻ? ഇവിടെ നിയമവാഴ്ചയുള്ളതല്ലേ? പോലീസ് അവിടെ എന്തുകൊണ്ട് നിരുപാധികം അവരോട് കീഴടങ്ങിയതുപോലെ അവിടെ ചുമ്മാ നിന്നു? അവര് ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവിടെ ഈ കാര്യത്തില്. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരോടും ഒരു നീതിയാണോ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം.